നമ്മളിന്ന് നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോണത്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാരങ്ങ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അതിലോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നാരങ്ങയിട്ട് നല്ലപോലെ നമുക്ക് വഴറ്റി കൊടുക്കാം. നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്കിപ്പോൾ ഒരു കൂട്ടാനും ഇല്ലെങ്കിലും ആരെങ്കിലും വന്നാൽ പെട്ടെന്നൊരു ചമ്മന്തി അരച്ച് ഇതിലൊരു കഷ്ണം നാരങ്ങയും വെച്ച് കൊടുത്താൽ സൂപ്പറായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളെ നാരങ്ങ വഴണ്ടി വന്നു തുടങ്ങി. നമ്മുടെ നാരങ്ങ നല്ലതായിട്ട് നല്ല വഴണ്ട് തൊലിയൊക്കെ ചുരുങ്ങി വന്നിട്ടുണ്ട്. വഴണ്ടി വന്ന നാരങ്ങ നമുക്കൊന്ന് തണുക്കാനായിട്ട് വെക്കാം. വച്ചതിന് ശേഷം നല്ല തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ നമുക്കിനി കട്ട് ചെയ്യാം. നമ്മുടെ നാരങ്ങയെല്ലാം നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് ചീനിച്ചട്ടി വെച്ച് ഇച്ചിരി നല്ലെണ്ണ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് നാരങ്ങ ഇതിലോട്ട് തട്ടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ വഴണ്ടി വന്നാൽ ഇത് നല്ല ടേസ്റ്റ് കാണും. നല്ലപോലെ വഴണ്ടിട്ട് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇളക്കിയെടുക്കാം. നമ്മുടെ നാരങ്ങ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 3-4 സ്പൂൺ എരി അനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ച മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ നാരങ്ങയിൽ എല്ലാ സൈഡിലും മുളക് പിടിക്കണം. അതുകൊണ്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് നമുക്കിനി കുറച്ച് ഉലുവപ്പൊടി തൂറ്റി കൊടുക്കാം. നമുക്കിതിലോട്ട് കുറച്ച് കായപ്പൊടി തട്ടി കൊടുക്കാം. കായപ്പൊടി തട്ടിയതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് അങ്ങനെ കായവും ഉലുവയും മുളക് പൊടിയും എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് തന്നെ ചാറ് വരും. അല്ലാതെ വെള്ളം തൊടാതെ വയ്ക്കുന്നതാണ്. എത്ര നാൾ വേണോ ഇതിരിക്കുന്നതാണ്. അടുപ്പിലെ തീ ഒന്ന് സിമ്മാക്കിയിട്ട് ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം എടുക്കുമ്പം ചാറെല്ലാം നല്ല ഊറി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മളൊരു കുപ്പിയിലാക്കിയതിന് ശേഷം ഒരാഴ്ചയെങ്കിലും ഇത് അങ്ങനെ ഇരിക്കാമെന്നുണ്ടെങ്കിൽ അച്ചാറെല്ലാം നല്ല റെഡിയായിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ബോട്ടിലിലോട്ടാക്കാം. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡിയായിട്ടുണ്ട്. നമുക്ക് കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ നമ്മളെവിടെയെങ്കിലും പോയിട്ടൊന്ന് വരുന്ന സമയത്ത് നമ്മളൊന്ന് താമസിച്ച് പോവുകയാണെങ്കിൽ ഒരു കട്ടച്ചമ്മന്തി അരച്ച് ഇതിൽ നിന്നൊരു കഷ്ണം നാരങ്ങയും മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി കാണാം.